യുവതികളാണ് ഈ ഒരാഴ്ചക്കാലമായി കേരളത്തിന്റെ ചർച്ചാ വിഷയം. ഈ രണ്ട് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പും വന്നിട്ടുണ്ട് ഇതുവഴി യുവതികൾ. പക്ഷേ ഭക്തരുടെ ശക്തിയിൽ തിരിഞ്ഞോടേണ്ടിയും വന്നു. എന്നാൽ ഇവരുടെ വരവ് വെറുതെ ആയിരുന്നില്ല. ആദ്യം വന്ന് തോറ്റും മലയിറങ്ങിയെങ്കിലും കൂടുതൽ ശക്തിയോടെ അവർ തിരിച്ചെത്തി, ഇരുട്ടിൽ ആരും കാണാതെ. കയറിയെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, അങ്ങനെയായിരിക്കും കയറിയിട്ടുണ്ടാവുക. ഒന്നല്ല 4 പെണ്ണുങ്ങൾ വരും. അതെ, നല്ല കിളി പോലത്തെ പെണ്ണുങ്ങൾ. തോമസ് ഊട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. വന്നതെന്തായാലും വെറുതെ ആയില്ല. മലയും ഇടിഞ്ഞില്ല, പ്രളയവും വന്നില്ല, പുലിയും പിടിച്ചില്ല. വന്നു, കണ്ടു, തൊഴുതു, മടങ്ങി. അങ്ങനെ അതും ചരിത്രമായി. ഇനി പറയാം, യുവതികൾക്ക് പ്രവേശനമില്ലാത്ത ഒരു അയ്യപ്പ ക്ഷേത്രം പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന്. ഇതും പിണറായിയുടെ ഒരു ചെറിയ ഒടിവിദ്യ മാത്രം. എന്നാൽ കേരളത്തിലെ BJP നേതാക്കൾക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നത്. അടുത്ത ദിവസം തന്നെ അങ്ങ് ഹർത്താൽ പ്രഖ്യാപിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായി ഈ ഹർത്താലും ഒരു ചരിത്രമായി. ഈ ചരിത്രത്തിന്റെ ശില്പിയും പിണറായി തന്നെ. എന്നാൽ ചർച്ചയായത് ഇതൊന്നുമല്ല, ആ ഓട്ടമാണ്. ഏത് ഓട്ടമാണെന്നല്ലേ? ദാ ഇത് തന്നെ. പടികട്ടാരവെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ, കടുകഠോര ഗുരു ശകടമാണു ശനി ശരണമാരു ശിവനീ. ചുരുക്കം പറഞ്ഞാൽ ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ പൊടി പൊടിച്ചു. എടപ്പാളിൽ കടയടപ്പിക്കാൻ ബൈക്കിലെത്തിയ സംഘത്തെ നാട്ടുകാർ തന്നെ അങ്ങ് നേരിട്ടു. ഓട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓട്ടം. വെടിച്ചില്ലു പായുമ്പോൾ പറക്കുന്ന റോക്കറ്റോ, തെരുക്കൂത്തുകാരെ പോറ്റും പടപ്പാണ്ടി സർക്കസോ. എന്നാൽ സംഘപരിവാരങ്ങൾക്ക് വീണ്ടും തെറ്റി. ഹർത്താലിന് പ്രക്ഷോഭം ഉണ്ടാക്കാൻ പോയ ഭക്തർ തിരിച്ചെത്തും മുമ്പേ മറ്റൊരു യുവതിയും സന്നിധാനത്തെത്തി. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ വന്ന യുവതി ഒരു സംഭവം തന്നെയാണ്. ആരും കാണാതെ മല ചവിട്ടി ഇറങ്ങിയപ്പോഴാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ യുവതി അങ്ങ് കളം മാറ്റി ചവിട്ടി. തനിക്ക് ദർശനം നടത്താൻ സാധിച്ചില്ലെന്നും തന്റെ അവകാശം നിഷേധിക്കപ്പെട്ടെന്നും ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മെക്കെട്ട് കയറി. എന്നാൽ അവർ ദർശനം നടത്തിയതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നതോടെ അതും ഒരു വിവാദമായി. നിരീശ്വരവാദികളുടെ ഈ ദുഷ്ചെയ്തി കൊണ്ട്, ഈ ക്രൂരമായ സമീപനം കൊണ്ട് ഓരോ അയ്യപ്പ ഭക്തന്റെയും നെഞ്ചിലാണ് മുറിവേറ്റിട്ടുള്ളത്. ഈ മുറിവുണങ്ങുന്നതല്ല. അതായിരുന്നു പിണറായിയുടെ മാസ് ഡയലോഗ്. 2 യുവതികൾ കയറിയപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ച കർമ്മസമിതി ഒരു യുവതി കയറിയപ്പോൾ എന്ത് നടപടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? യുവതികൾ കയറുമ്പോൾ ശുദ്ധിക്രിയ നടത്തുന്ന തന്ത്രി രാജിവെക്കണമെന്ന വാദവും സഖാവ് പിണറായി ഉന്നയിച്ചു. അല്ല സഖാവേ, ഒരു സംശയം. രാജിവെക്കാൻ ഈ തന്ത്രി കണ്ഠര രാജീവർ പാർട്ടി മെമ്പറാണോ? എന്തായാലും ശബരിമല വിഷയം ക്ലൈമാക്സിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം. യുവതികൾ പ്രവേശിക്കട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞ സമയത്ത് BJPയിലെയും കോൺഗ്രസിലെയും പ്രധാന നേതാക്കൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണ്ടേ? ദാ കണ്ടോളൂ. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാവരും അംഗീകരിക്കാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. RSSന്റെ സർക്കാർ വിഭാഗം ഉൾപ്പെടെ അഖിലേന്ത്യാ തലത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ള നയം ആരാധനാ രംഗത്ത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും തുല്യമായ അവസരം ഉണ്ടാകണമെന്ന്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്